ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ലാൻഡ് ക്രൂസർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ടൊയോട്ടയുടെ വളരെ ലെജൻഡറി ആയിട്ടുള്ളൊരു വാഹനമാണ്. 70 വർഷത്തോളമായിട്ട് നമ്മൾ പല രാജ്യങ്ങളിലൊക്കെ വിറ്റ് കാണുന്ന ഒരു വണ്ടിയാണ്. പണ്ടത്തെ മിലിറ്ററി വണ്ടിയായിരുന്നു, ആർമി ഫോഴ്സിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയായിരുന്നു. ഇപ്പോൾ നമ്മുടെ ടെറസ്റ്റുള്ളവർ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. ഭയങ്കര റിലയബിൾ ആയിട്ടുള്ള വാഹനമാണ്. 70 സീരീസ് ഭയങ്കര ഡിസൈറബിൾ ആയിരുന്നു. ഈവൻ 100 സീരീസ്, 200 സീരീസ് ആയിക്കോട്ടെ, ഇപ്പോൾ വരുന്ന 300 ആയിക്കോട്ടെ, അതിന് മുന്നേ അല്ല ആക്ച്വലി പുതിയ പ്രാഡോ ആയിട്ട് LC 250 വരെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാൻഡ് ക്രൂസറിൻ്റെ ഒരുപാട് വേർഷൻസും ഒരുപാട് ജനറേഷൻസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് അധികമൊന്നും കിട്ടിയിട്ടില്ല. ടൊയോട്ടയായിട്ട് ലോഞ്ച് ചെയ്ത ആകപ്പാടെ 200 സീരീസും അതിന് പ്രീ ഫേസ് ലിഫ്റ്റ് ഉണ്ടായിരുന്നു, ഫേസ് ലിഫ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ അടുത്ത് വന്ന് 300 സീരീസ് മാത്രമാണ്. 100 സീരീസും കിട്ടിയിട്ടില്ല, 70 സീരീസും കിട്ടിയിട്ടില്ല, അതിന് മുന്നിലുള്ള ഒന്നും പിന്നെ കിട്ടിയിട്ടില്ല. 100 സീരീസ് ചില സ്ഥലങ്ങളിലായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും, പ്രൈവറ്റ് ഇമ്പോർട്ട്സ് ഒക്കെ ആയിട്ട്. പക്ഷേ വളരെ കുറച്ച് വണ്ടികൾ മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ എന്തിനാണ് ഈ ലാൻഡ് ക്രൂസറിനെ പറ്റി ഇങ്ങനെ ഘോരം ഇൻട്രൊഡക്ഷൻ തരുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. ഇന്ത്യയിൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന വണ്ടികളായതുകൊണ്ട് തന്നെ ഇപ്പോൾ ടൊയോട്ട ഒഫീഷ്യലാണ് വിൽക്കുന്നതെങ്കിലും ഭയങ്കര വിലയാണ്. പുറത്തുള്ളതിൻ്റെ ഓൾമോസ്റ്റ് ട്രിപ്പിൾ ടൈംസ് വിലയിലാണ് നമുക്കിപ്പോൾ ലാൻഡ് ക്രൂസറൊക്കെ ഇവിടെ കിട്ടുന്നത്. 2.5 കോടിയുടെ അടുത്തൊക്കെ വരും പ്രൈസ് ഇപ്പോൾ 300 സീരീസ് എടുക്കുകയാണെങ്കിൽ. പക്ഷേ ഏതായാലും ഇവരിപ്പോൾ പുറത്ത്, അതായത് ജപ്പാനിൽ ഈ വാഹനത്തിൻ്റെ പുതിയൊരു കോൺസെപ്റ്റ്, അതായത് ലാൻഡ് ക്രൂസർ FJ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ ഒരു വാഹനം കാണിച്ചിട്ടുണ്ട്. ഇതിന് മുന്നേ ഇതുപോലത്തെ ഒരു കോൺസെപ്റ്റ് അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു, FJ ക്രൂസർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വണ്ടി പോലെ. അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ സ്പെക് മോഡൽ പോലെയാണ് ഈ വണ്ടി വരാൻ പോകുന്നതെന്ന് പറയും. കോൺസെപ്റ്റ് ഏകദേശം ഇതുപോലെയായിരുന്നു, പക്ഷേ അത് കുറച്ചുകൂടെ കോൺസെപ്റ്റുവലൈസ്ഡ് ആയിരുന്നു. ഈ വണ്ടി പക്ഷേ ഇത്തിരി കൂടെ പ്രൊഡക്ഷൻ റെഡി ആയിട്ടുള്ള ഒരു മോഡലായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് കോൺസെപ്റ്റ് ആണെങ്കിലും കണ്ടാൽ പെട്ടെന്ന് അങ്ങനെ തോന്നില്ല. ഇതിന് ഈ വരാൻ പോകുന്ന 2025 ജപ്പാൻ മൊബിലിറ്റി ഷോയിൽ അവർ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ തന്നെ വണ്ടി അത്യാവശ്യം നന്നായിട്ട് കാണിച്ചു. ഇതങ്ങ് ജപ്പാനിൽ 2025 പകുതിയൊക്കെ ആകുമ്പോഴേക്കും ഇറങ്ങാൻ പോകുന്ന ഒരു വാഹനമായിട്ടാണ് പറയുന്നത്. എന്തായാലും ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ലാൻഡ് ക്രൂസറിൻ്റേതായിട്ടുള്ള ഒരു സീരീസിൽ വരുന്ന വണ്ടിയാണ്. ലാൻഡ് ക്രൂസർ FJ എന്നാണ് പേരെങ്കിലും നമ്മുടെ ടൊയോട്ടയുടെ IMV പ്ലാറ്റ്ഫോമിലാണ് ഈ വാഹനം ബേസ് ചെയ്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ ലാഡർ ഫ്രെയിം ഷാസിയിലാണിത് നിർമ്മിച്ചിരിക്കുന്നത്. ആൻഡ് കാണുന്ന പോലെ നല്ല അത്യാവശ്യം നല്ല സൈസുള്ള വണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് ഡിസൈനൊക്കെ നോക്കുകയാണെങ്കിലും ഭയങ്കര റഗ്ഗഡായിട്ട് ആണ്. ഇതിൻ്റെ തന്നെ 2 വേർഷൻസ് ഉണ്ട്. നിങ്ങൾ നേരത്തെ ബ്ലൂ കളറിൽ കണ്ട വണ്ടി കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മോഡലാണ്. ഇത് പക്ഷേ ഒരു ഇത്തിരി റഗ്ഗഡായിട്ടുള്ള കിറ്റൊക്കെ ഉള്ള ബമ്പറൊക്കെ ആണെങ്കിലും ഭയങ്കര അഗ്രസീവ്, ഭയങ്കര ഓഫ് റോഡ് സെൻട്രിക് ആണ്. പിന്നെ ഒരു നമ്മുടെ മറ്റേ സ്നോർക്കൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഹെഡ്ലൈറ്റ്സിലൊക്കെ ഈ വണ്ടിയിൽ വ്യത്യാസമുണ്ട് മറ്റേത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അങ്ങനെ 2 വേർഷൻസ് ആയിട്ടാണ് അവരിപ്പോൾ ഈ വാഹനം കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ബാക്കി, അതായത് ഫീച്ചേഴ്സ് മാത്രമേ മെയിനായിട്ട് ഇപ്പോൾ ഇവർ പറഞ്ഞിട്ടുള്ളൂ. ഇൻറ്റീരിയറൊക്കെ കാണിച്ചിട്ടുണ്ട്. എന്തായാലും ഡിസൈൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഭയങ്കര ഫങ്കി ആയിട്ടുള്ളൊരു ഡിസൈനാണ്. പ്രത്യേകിച്ച് സൈഡ് ഡിസൈനും റിയർ ഡിസൈനൊക്കെ നോക്കുകയാണെങ്കിൽ അത് കുറച്ച് ഓവർ പോളറൈസിങ് ആണോ എന്ന് ചോദിച്ചാൽ ആണ് എന്ന് പറയേണ്ടി വരും. പക്ഷേ എന്തോ ചിലപ്പം ചിലർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ബാക്ക് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസൈനാണ്. ഇപ്പോൾ ഹ്യുണ്ടായൊക്കെ ചെയ്യുന്ന പോലെ എന്തൊക്കെയോ കാണിച്ച് വെച്ചിട്ട് ആൾക്കാർ ഇഷ്ടപ്പെടുത്താൻ അവർ നോക്കിയിട്ടില്ല. വേണമെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഭയങ്കര ബോക്സിയാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല പക്ക ബോക്സി ആയിട്ടുള്ളൊരു ഡിസൈനാണ്. ഇതിൻ്റെ ഹൈറ്റ് ആണെങ്കിൽ പോലും 1.9 മീറ്റേഴ്സിന് മുകളിലുണ്ട്. അത്യാവശ്യം വിട്ടുണ്ട്. 1.85 മീറ്റേഴ്സാണ് വീതി വരുന്നത്. ലെങ്ത്തും സർപ്രൈസിംഗ്ലി നിങ്ങളിപ്പോൾ ഇത് കാണുമ്പം, ഞാൻ തമ്മിലാണെങ്കിലും ജിംനിയുടെ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ജിംനി പോലത്തെ ഒരു വണ്ടി എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ ജിംനി 4 മീറ്റേഴ്സിന് താഴെയാണ്. ഈ വണ്ടി 4.5 മീറ്റേഴ്സിന് അടുത്ത് ലെങ്ത് ഉള്ളത്. അതായത് അതിലും കൂടുതൽ 4575 mm ആണ് ഇവരിപ്പോൾ കാണിച്ചിരിക്കുന്ന ഈ കോൺസെപ്റ്റ് വാഹനത്തിൻ്റെ ലെങ്ത്ത്. സോ എന്താണ് ഈ വാഹനത്തിൻ്റെ ഒരു സൈസ് എന്നുള്ളത് ഫോട്ടോസിൽ കാണുമ്പോൾ തോന്നില്ലെങ്കിലും ഏകദേശം നിങ്ങൾക്ക് ഇപ്പോൾ ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവായിരിക്കും. സോ ജിംനിയുടെ സൈസിൽ വരുന്നൊരു വണ്ടിയല്ല. ഏകദേശം നമ്മുടെ താർ റോക്സിനേക്കാളും കുറച്ചും കൂടെ സൈസുള്ളൊരു വണ്ടിയാണ്. പക്ഷേ റോക്സ് കണ്ടാൽ എന്തായാലും ഇതിലും വലിപ്പം തോന്നും, അതായത് ഫോട്ടോസിലൊക്കെ കണ്ടാലും. ഈ വണ്ടി പക്ഷേ കാണുമ്പോൾ എന്താണെന്നറിയില്ല, ഫോട്ടോസിൽ ഇത് ഭയങ്കര ചെറുതായിട്ടാണ് തോന്നുന്നത്. ഏകദേശം നമ്മുടെ ഒരു 5 ഡോർ ജിംനിയുടെ ഒക്കെ സൈസൊക്കെ പെട്ടെന്ന് കണ്ടാൽ തോന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ബാക്കിലത്തെ ഡിസൈൻ ആണെങ്കിൽ ഇപ്പോൾ ആ ഗ്ലാസ് ഏരിയ ഒക്കെ കണ്ടില്ലേ, ഭയങ്കര വലിയൊരു ഗ്ലാസ് ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ആക്ച്വലി ഗ്ലാസ് ഏരിയ ചെറുതാണ്. അതിൻ്റെ താഴത്തായിട്ട് അവർ കുറേ ഗ്ലോസി ബ്ലാക്ക് എലമെൻറ്റ്സ് വെച്ച് കവർ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഗ്ലാസ് ഏരിയ ഭയങ്കര കൂടുതലായിട്ട് തോന്നുന്നത്. അതുപോലെ സൈഡിൽ ചെറിയ സ്ലിം ആയിട്ടുള്ള ടെയിൽ ലാംപ്സ് ആണ് C ഷേപ്പിൽ കൊടുത്തിരിക്കുന്നത്. ടെയിൽ ഗേറ്റ് മൗണ്ടഡ് സ്പെയർ വീലാണ് നമുക്ക് ഈ വാഹനത്തിൽ കിട്ടുന്നത്. എല്ലാം കൊണ്ടും നോക്കുകയാണെങ്കിൽ ഡിസൈൻ ഭയങ്കര ഫങ്കിയാണ്. ആർക്കൊക്കെ ഇഷ്ടപ്പെടുമോ അവർക്ക് ചിലപ്പം നന്നായിട്ട് ഇഷ്ടപ്പെടും. പക്ഷേ ഇഷ്ടപ്പെടാത്തവർക്ക് ഈ വണ്ടി ഒരിക്കലും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമ്മളിപ്പോൾ ജിംനിയും താറൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ വണ്ടിക്ക് സൈസ് കൂടുതലാണെങ്കിലും ടൊയോട്ട ഇതിനെ ലാൻഡ് ക്രൂസർ പ്രാഡോയ്ക്ക് താഴെയുള്ളൊരു പ്ലേസ്മെൻ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം ലാഡർ ഫ്രെയിം ഷാസി എന്ന് പറയുമ്പോൾ തന്നെ ഈ വണ്ടി ഓഫ് റോഡ് കേപ്പബിൾ ആണെന്നുള്ള കാര്യം നമുക്ക് പറയാം. അതുമാത്രമല്ല 250 mm നമ്മുടെ പ്രാഡോയ്ക്കാൾ, അതായത് ഇപ്പോൾ ഈ അടുത്ത് വന്ന LC 250യേക്കാൾ ഇതിന് വീൽ ബേസ്
ബേസും കുറവാണ്. അതുകൊണ്ട് ഷോർട്ട് വീൽ ബേസ് ആയതുകൊണ്ട് കുറച്ചുകൂടെ ബെറ്റർ കേപ്പബിലിറ്റീസ് ആണ് ടൊയോട്ട പറയുന്നത്. ഇതിൻ്റെ ടേണിംഗ് മീറ്റേഴ്സ് ആണെങ്കിലും ഇത്രയും വലിയ വണ്ടി എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ 5.5 മീറ്റേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. സോ അതും അത്യാവശ്യം ഇമ്പ്രസീവ് ആണ്. ഇതൊക്കെയാണ് നമുക്കിപ്പോൾ ഇതിൻ്റെ എക്സ്റ്റീരിയർ റിലേറ്റഡ് ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനി എഞ്ചിൻ ഓപ്ഷൻസ് ഒക്കെ വേണമെങ്കിൽ പറയാം. ഇതിനകത്ത് ഇപ്പോൾ അവർ കോൺസെപ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ എഞ്ചിൻ മാത്രമേ ഉള്ളൂ. അത് 2.7 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. ഡീസൽ എഞ്ചിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. ഈ പെട്രോൾ എഞ്ചിൻ നമുക്കിപ്പോൾ ഇവിടെ കിട്ടുന്നതാണ്. ഫോർച്യൂണറിലും പിന്നെ ക്രിസ്റ്റയിൽ പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ ക്രിസ്റ്റ ഡീസൽ മാത്രമേ ഉള്ളൂ. ഹൈക്രോസ് ആണ് പിന്നെ വരുന്നത്. അതല്ല 2.7 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. 160 bhp 243 Nm ടോർക്കും തന്നെയാണ് ഇതിൻ്റെ പവർ ഫിഗേഴ്സ്. 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലാണ് ഇത് വരുന്നത്. പിന്നെ സംശയമൊന്നും വേണ്ട, ഓഫ് റോഡ് കേപ്പബിൾ എന്ന് പറയുമ്പം തീർച്ചയായും ഈ വാഹനം 4-wheel drive സിസ്റ്റം വെച്ച് തന്നെയാണ് വരുന്നത്. അതിപ്പോൾ ഇതിൻ്റെ ഡിസൈൻ കണ്ടാലും മനസ്സിലാവും. ചുമ്മാ ഈ ഡിസൈൻ കൊണ്ട് മാത്രം ഞങ്ങൾ ഇതും കൊണ്ട് ഓഫ് റോഡ് പോകുന്ന രീതിയിൽ ഉണ്ടാക്കിയെന്ന് പറയുന്നത് പോലെയല്ല. ഇതും കൊണ്ട് ശരിക്കും ഓഫ് റോഡ് പോകാൻ പറ്റും. ചിലപ്പോൾ കുറച്ച് കാലം കഴിയുമ്പം നമ്മൾ ഈ ലാൻഡ് ക്രൂസറൊക്കെ ഓഫ് റോഡ് പോകുന്ന പോലെ ഈ വണ്ടിയും പോകുന്നത് കാണുമായിരിക്കും. ഈ വണ്ടി ഇപ്പോൾ സൈസ് കൊണ്ട് ശരിക്കും കമ്പയർ ചെയ്യാനാണെങ്കിൽ നമ്മുടെ ഡിഫൻഡർ 90 ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും. അത് ഏകദേശം സിമിലർ ഡയമെൻഷൻസിലാണ് വരുന്നത്. പക്ഷേ വണ്ടി 3 door ആണ്. നമുക്ക് അതും ഫോട്ടോസിലൊക്കെ കണ്ട ഇത്രയും 4.5 മീറ്റേഴ്സ് ലെങ്ത് ഉണ്ടെന്നൊന്നും തോന്നുന്നില്ല. പക്ഷേ ശരിക്കും കാണുമ്പോൾ അത്രയും ലെങ്ത് ഉണ്ട്. ഈ വണ്ടിയുടെ പോലൊക്കെ തന്നെയാണ് അതിൻ്റെയും കാര്യങ്ങളുടെ കിടപ്പ്. ഇതിപ്പോൾ ജസ്റ്റ് കോൺസെപ്റ്റ് ആയതുകൊണ്ട് നമുക്കതിൻ്റെ ഫീച്ചേഴ്സ് കറക്റ്റ് എന്തൊക്കെയാണെന്ന് അറിയില്ല. പക്ഷേ അവർ എന്നാലും ഇൻറ്റീരിയർ റിവീൽ ചെയ്തിട്ടുണ്ട്. ഈ വണ്ടിയുടെ ലോഞ്ച് ജപ്പാൻ മൊബിലിറ്റി ഷോ ഈ വരുന്ന ഒക്ടോബർ 30 സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അത് ആ സമയം തൊട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇതിൻ്റെ ഒരു കറക്റ്റ് ഡെബ്യൂ ഫീച്ചേഴ്സ് എല്ലാ കാര്യങ്ങളും എക്സ്പെക്ട് ചെയ്യാം. ഇപ്പോൾ കാണുമ്പോൾ എന്തായാലും നല്ല വലിയൊരു സ്ക്രീൻ ഉണ്ട്. പിന്നെ ഡാഷ്ബോർഡ് ആണെങ്കിലും ഭയങ്കര റഗഡാണ്. അങ്ങനെ ഭയങ്കര സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസോ ഭയങ്കര പ്രീമിയം ആയിട്ടുള്ള മെറ്റീരിയൽസോ ഒന്നും കൊടുത്തിട്ടില്ല. എല്ലാം ഭയങ്കര ഫങ്ഷണൽ ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതിപ്പോൾ വരുന്ന ലാൻഡ് ക്രൂസർ ആണെങ്കിലും മെറ്റീരിയൽസ് ഒക്കെ നല്ലതാണ്. കുറച്ചും കൂടെ പ്രീമിയം വണ്ടി ആയി എങ്കിലും സ്റ്റിൽ കുറച്ച് ഫങ്ഷണൽ ആയിട്ടുള്ളൊരു ഡിസൈനിലാണ് അത് വരുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇൻസ്റ്റോൺലെസ് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം എല്ലാം സെപ്പറേറ്റ് ആണ്. പക്ഷേ എല്ലാം ഒറ്റ പാനൽ പോലെ തന്നെയാണ് വരുന്നത്. അറ്റാച്ച്ഡ് ആണെന്നല്ല എന്നുള്ളൂ. സ്റ്റിയറിംഗ് വീലൊക്കെ ആണെങ്കിലും ഒരു 3 spoke സ്റ്റിയറിംഗ് വീലാണ്. അതിൻ്റെ അകത്ത് കൺട്രോൾസ് ഉണ്ട്. ആക്ച്വലി ഒരുപാട് കൺട്രോൾസ് ഉണ്ട്. പിന്നെ ഇത് കാണുമ്പം ഫോട്ടോസിൽ കാണുമ്പോൾ വലിയ വലിപ്പം തോന്നില്ലെങ്കിലും അകത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല വലിയൊരു സെൻട്രൽ കൺസോൾ പാനലാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അവിടെ തന്നെ നമുക്ക് പാർട്ട് ടൈം 4-wheel drive സെലക്ട് ചെയ്യാനുള്ള കൺട്രോൾസ്, അതായത് 2-wheel drive വേണോ 4-wheel drive ലോ വേണോ ഹൈ വേണോ അത് സെലക്ട് ചെയ്യാനുള്ള ആ ഒരു നമ്മുടെ റോട്ടറി സാധനം ഉണ്ടല്ലോ ഫോർച്യൂണറൊക്കെ കാണുന്ന ആ സെയിം സാധനം ഈ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ വലിയ കുഴപ്പം ഒറ്റ നോട്ടത്തിൽ കാണുന്നില്ല. എനിക്കിപ്പം എന്തൊക്കെയാണ് എന്ന് എടുത്ത് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഇതിനകത്ത് പറയാത്തത്. എന്തായാലും ഇന്റീരിയർ നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാം. അതുപോലെ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഓവറോൾ സീറ്റ്സിൻ്റെ ഒക്കെ ഫിനിഷും വരുന്നത്. ഇത് ശരിക്കും ബാക്കിലത്തെ സീറ്റ്സ് ഒക്കെ കണ്ട ഒരു 4-seater മോഡലായിട്ട് തോന്നുള്ളൂ. നടുവിൽ ഇപ്പം നിങ്ങൾ വേണമെങ്കിൽ ഇരുന്നാൽ മതി എന്നുള്ള രീതിയിലാണ്. ബാക്കിലത്തെ ഒരു സപ്പോർട്ടൊക്കെ ആണെങ്കിൽ 2 പേർക്ക് ഇരിക്കാനുള്ള രീതിയിൽ കൊടുത്തിട്ടുള്ളവർ. സോ നടുവിൽ വലിയൊരു ട്രാൻസ്മിഷൻ ടണലും തീർച്ചയായും എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട് സ്പേസ് എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല. ലാഡർ ഫ്രെയിം വണ്ടി ആയതുകൊണ്ട് കുറച്ചും കൂടെ ഓഫ് റോഡ് കമ്പാറ്റബിൾ കേപ്പബിൾ ആയിട്ടുള്ള രീതിയിലൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് എന്തിനാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഈ വണ്ടിയെ പറ്റി പറയുന്നതെന്നും കൂടെ പറയണമല്ലോ. ചുമ്മാ നമ്മളിങ്ങനെ ലാൻഡ് ക്രൂസർ FJ വന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇത് ഇന്ത്യയിലേക്ക് വരുമോ, എന്താണ് ഇതിൻ്റെ ഒരു പ്രസൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രസക്തി എന്താണ് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ വണ്ടി യൂറോപ്പിലും US-ലും അവർ വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിൻ്റെ പ്രൊഡക്ഷൻ നടക്കാൻ പോകുന്ന അങ്ങ് തായ്ലൻഡിലായിരിക്കും. തായ്ലൻഡിൽ പ്രൊഡ്യൂസ് ചെയ്ത് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ മാർക്കറ്റ്സ്, അതുപോലെ നമ്മുടെ ലാറ്റിൻ അമേരിക്ക, ആഫ്രിക്ക, തായ്ലൻഡ്, മിഡിൽ ഈസ്റ്റ് അങ്ങനത്തെ കുറേ രാജ്യങ്ങളിലും കോണ്ടിനെൻസിലൊക്കെയാണ് അവർ ഈ വാഹനം വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ലാൻഡ് ക്രൂസർ ആണെങ്കിൽ തന്നെ UAE അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളത്. അല്ലാതെ US-ൽ ഓക്കെ ആണ്. പക്ഷെ എന്നാലും അത്രയും ദുബായിലൊക്കെ ലാൻഡ് ക്രൂസറിൻ്റെ ഒരു പോപ്പുലാരിറ്റി നമുക്കൊക്കെ അറിയാം. അവരൊക്കെ എന്തൊക്കെയാണ് അതിൽ കാണിക്കുന്നത് എന്നുള്ളത്. ലാൻഡ് ക്രൂസറും പെട്രോളുമാണ് അവരുടെ ഏറ്റവും സ്വന്തം പ്രിയപ്പെട്ട വാഹനങ്ങൾ. അതിനൊക്കെ എത്തോരും BHP ആണ്. 1000 BHP ഒക്കെ ഉള്ള പെട്രോൾ ലാൻഡ് ക്രൂസറും ഒക്കെ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. അത് അത്രയും മോഡിഫൈ ചെയ്യുന്നതുകൊണ്ടാണ്. ഏതായാലും അതുകൊണ്ട് തന്നെ അവർ അത്തരത്തിലുള്ള മാർക്കറ്റ്സിലേക്കാണ് ഈ വാഹനം ടാർഗറ്റ് ചെയ്യുന്നത്. സോ ലാൻഡ് ക്രൂസർ 300 സീരീസ് ഒക്കെ നമുക്ക് ഇവിടെ കൊണ്ടുവന്നതും പോലെ വേണമെങ്കിൽ ടൊയോട്ടയ്ക്ക് ഇവിടെ ഈ വാഹനം ഇമ്പോർട്ട് ചെയ്ത് ഇറക്കാം. ഇമ്പോർട്ട് ചെയ്ത് ഇറക്കുന്നത് കൊണ്ട് നമുക്കിത് പ്രൈസിങ് അത്ര വലിയ അഗ്രസീവായിട്ട് കിട്ടുമെന്നില്ല. ചിലപ്പോൾ 1 കോടിയൊക്കെ കൊടുക്കേണ്ടി വരും. പക്ഷെ എന്നാലും കിട്ടുമെങ്കിൽ അത്യാവശ്യം നല്ലൊരു കൂൾ കാർ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. അല്ലാതെ നിങ്ങൾ പ്രൈസിന് വേർത്തായിട്ടുള്ളൊരു വണ്ടി എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവരിത് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ താറിൻ്റെയും ജിംനിയുടെയും കോമ്പറ്റീഷനിലും തരാൻ പോകുന്നില്ല. അതുകൊണ്ട് അത് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും നല്ലൊരു വണ്ടിയായിരുന്നു. ഇവിടെ മാനുഫാക്ചർ ചെയ്തിരുന്നെങ്കിൽ കൊള്ളാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, വിചാരിക്കാം. അത്രേ പറ്റുള്ളൂ. എന്തായാലും എന്താണ് നിങ്ങൾക്ക് ഈ വാഹനത്തെ പറ്റിയുള്ള അഭിപ്രായം എന്നുള്ളത് താഴെ കമൻസിൽ പറയാം. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രൊഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെ പ്രൊഡക്ട്സായി ചെക്കൗട്ട് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.